ഒരു വിവരം വരുന്നുണ്ട്. കൊല്ലം പുത്തൂരിൽ ബാധ ഒഴിപ്പിക്കാനെത്തിയ 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ ജോൽസിനെതിരെ പോക്സോ കേസ്. കൊട്ടാരക്കര വെണ്ടാർ സ്വദേശിയായ മുരാരി തന്ത്രിക്കെതിരെയാണ് പുത്തൂർ പോലീസ് കേസെടുത്തത്. അമ്മയെ പുറത്തിരുത്തി പെൺകുട്ടിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും കടന്നു പിടിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി. നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും പിൻവാതിലൂടെ ഈ ജോത്സ്യൻ കടന്നു കളഞ്ഞു എന്നാണ് വിവരം. രാഹുൽ ജി നാഥാണ് വിവരങ്ങളുമായി ചേർന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ജോത്സ്യനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഇയാളെ പിടികൂടാനായിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ അന്വേഷണം പോകുന്നത്? കേസിനെ സംബന്ധിച്ച് പോലീസ് എന്താണ് വിശദീകരിക്കുന്നത്? പൂജ, അത്യന്തം ഗൗരവമുള്ള ഒരു വാർത്തയാണ് പുത്തൂരിൽ നിന്ന് പുറത്തു വരുന്നത്. കാരണം സമാനമായ തരത്തിലൊരു വാർത്ത കൊല്ലം ജില്ലയിൽ നിന്ന് മാസങ്ങൾക്ക് പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ വ്യാജ ജ്യോത്സ്യന്മാർ ആ നാട്ടിൽ കൂടുന്നു എന്ന വലിയ ആശങ്ക കൂടി വാർത്തകളുമായി പങ്കുവയ്ക്കുകയാണ്. എന്തായാലും നിലവിൽ 16-കാരിയെ ഇത്തരത്തിൽ ബാധ ഒഴിപ്പിക്കാനുള്ള പൂജ ചെയ്യാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ശേഷം ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് നിലവിൽ പരാതി ഉള്ളത്. ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം ഈ തന്ത്രി മുരാരി തന്ത്രി എന്നാണ് ഈ പ്രതിയുടെ പേര്. വെണ്ടാർ സ്വദേശിയാണ് അയാൾ. ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. നിലവിൽ എന്തായാലും പോലീസിന് ഇയാളെ പിടികൂടാനായിട്ടില്ല. ഇത്തരത്തിൽ കുറച്ചു നാളുകൾ മാത്രമാണ് ഇത്തരത്തിൽ ജ്യോത്സ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇയാൾ ഇറങ്ങിയത്. അതിനു മുമ്പ് ആ നാട്ടിൽ തന്നെ മറ്റൊരു ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ്, അതായത് ഇന്നലെ വൈകുന്നേരമാണ് അമ്മയ്ക്കൊപ്പം കുട്ടി ഈ മുരാരി തന്ത്രിയുടെ ഈ ഇടത്തേക്ക് എത്തിയ ശേഷം ഈ പൂജയുടെ ഭാഗമായി ഈ തന്ത്രി പൂജ ചെയ്യുന്ന ഇടത്തേക്ക് വരുന്നു. ഒപ്പം തന്ത്രി ആവശ്യപ്പെടുന്നത് ഈ പൂജയുടെ ഭാഗമായി മകളുമായി ഈ പൂജാമുറിയിൽ മകളും താനും മാത്രം മതി, അമ്മയുടെ പുറത്തിരിക്കാൻ പറയുന്നു. ആ സമയത്താണ് നിലവിളിച്ചുകൊണ്ട് പെൺകുട്ടി പുറത്തേക്ക് ഓടി വരുന്നത്. അപ്പോഴാണ് ഈ അമ്മയും ഒപ്പം പുറത്തുണ്ടായ നാട്ടുകാരും ഈ കാര്യം അറിയുന്നത്. ഇവർ പിടികൂടുമെന്ന് പേടിച്ചുകൊണ്ടാണ് പ്രതി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടത്. എന്തായാലും പുത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു സാമ്പത്തിക തട്ടിപ്പ് മാത്രമാണ് മുൻപ് ഈ പറയുന്ന പൂജാരിയുടെ പേരിൽ ഉണ്ടായിരുന്നത്. മറ്റ് കേസുകൾ ഇല്ല എന്നും അറിയുന്നുണ്ട്. എന്തായാലും വലിയ ഗൗരവത്തിൽ തന്നെ പോലീസ് കേസിനെ കാണുന്നു. പ്രതിക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ശരി, രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ